ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ശുംഭന്, ഈ എരപ്പാളിക്ക്, ഈ ഏഴാങ്കൂലിക്ക് ഇതിൻ്റെ പേരിൽ ജയിലിൽ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ നിയമം എന്നിരിക്കലും ഈ നിയമം പഠിച്ച രാഹുൽ ഈശ്വറിൻ്റെ എല്ലാ സംസാരങ്ങളിലും ഈ പെൺകുട്ടിയുടെ പേര് പറയും. എല്ലാ ദൃശ്യങ്ങളിലും പുള്ളി അവരുടെ ഫോട്ടോ കാണിക്കും. കാരണം എന്താ, ഈ രാജ്യത്ത് ഒരു നിയമവും രാഹുൽ ഈശ്വറിന് ബാധകമല്ല. ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ പാഷാണത്തിൽ കൃമി എന്ന് വിശേഷിപ്പിച്ചു. സത്യത്തിൽ അങ്ങനെയല്ല. പുള്ളി പൊട്ടാസ്യം സയനൈഡിൽ കൃമിയാണ്. കൃമി എന്ന് പറഞ്ഞാലല്ലോ അസാമാന്യമായ കൃമികടിയാണ് പുള്ളിക്ക്. ഇതിന് പല ചികിത്സകളുണ്ട്. ഒരു ചികിത്സ എന്ന് പറയുന്നത് ഈ പച്ച കർമൂസ് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഈ ഞെട്ടിയോട് ചേർന്ന ഭാഗം അത് പച്ചയ്ക്ക് തിന്നു കഴിഞ്ഞാൽ ഈ അസുഖത്തിന് കാര്യമായ ശമനം ഉണ്ടാകും എന്നാണ് ആയുർവേദ വൈദ്യന്മാർ പറയുന്നത്. അലോപ്പതിയിൽ വേറെ ചികിത്സ ഉണ്ടാകും. അപ്പോൾ അത് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ചികിത്സിപ്പിക്കണം, അല്ലെങ്കിൽ ഇത് സംഗതി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പുള്ളിക്ക് ഈ രാജ്യത്ത് ഒരു നിയമം ബാധകമല്ല. കാരണം പുള്ളി നിയമത്തിന് അതീതനാണ്, ബ്രാഹ്മണനാണ്, ദ്വിജനാണ്. അതിലുപരിയായിട്ട് ആരാണ്? പുരുഷാവകാശ പ്രവർത്തകനാണ്. അതിലും വിശേഷിച്ച് താഴമൺ തന്ത്രി കുടുംബത്തിൽ അമ്മ വഴിക്ക് ബന്ധമുള്ള ആളാണ്. അപ്പോൾ മൂപ്പിലാന് നിയമമൊന്നും ബാധകമല്ല. എന്നാൽ പോലും ഇവനെപ്പോലെയുള്ള ഏഴാങ്കുലികളൊന്നും വെറുതെ വിടരുത് എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. കാരണം കൈരളി ചാനലിനും ദേശാഭിമാനി പത്രത്തിനും ബാധകമായ നിയമമെങ്കിലും ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ശുംഭന്, ഈ എരപ്പാളിക്ക്, ഈ ഏഴാങ്കൂലിക്ക് ബാധകമല്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം.